നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ആക്സെപ്റ്റൻസ് ആണ്. എന്താണ് ആക്സെപ്റ്റൻസ്? വെൻ എ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് വില്ലിങ്നെസ് ദെയർടു, ദ പ്രൊപ്പോസൽ ഈസ് സെഡ് ടു ബി ആക്സെപ്റ്റഡ്. അതായത് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസൽ കൊടുത്ത വ്യക്തി ആർക്കാണോ പ്രൊപ്പോസൽ കൊടുക്കുന്നത് അയാൾക്ക് ഇതിൽ വില്ലിങ് ആണ് എന്നറിയിച്ചുകൊണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒരു വാലിഡ് ആക്സെപ്റ്റൻസിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. അതുപോലെ തന്നെ കണ്ടീഷൻ ബേസ്ഡ് അല്ല, അൺകണ്ടീഷണൽ ആയിരിക്കണം. അതുപോലെ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഇൻ കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രൊപ്പോസറിലേക്ക് നമുക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ പറയണം വിൽക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ വിൽക്കുന്ന ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലേ എനിക്കത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചാൽ മാത്രമല്ലേ അവിടെ ആക്സെപ്റ്റൻസ് ആവുള്ളൂ. അപ്പോൾ ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അത് എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് എഴുതി തയ്യാറാക്കിയതോ അല്ലെങ്കിൽ വാക്കാൽ പറയുന്നതോ ആകാം. ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൻ ഇൻ ദ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. അതായത് ആ ഒരു യൂഷ്വൽ മാനറിലായിരിക്കണം നമ്മൾ ആക്സെപ്റ്റൻസ് മറ്റൊരാളെ അറിയിച്ചിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ലാപ്സ് ഓഫ് ഓഫർ. അതായത് ഓഫറിന് ചിലപ്പോൾ ഒരു സമയം ഉണ്ടാവും, അതായത് ഒരു മാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ ഒരു ഓഫർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ടൈം അവസാനിക്കുന്നതിന് മുമ്പ്, ആ 1 മന്ത് എന്ന് പറയുന്ന ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ആ ഡ്യൂറേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ ആക്സെപ്റ്റൻസ് നമ്മൾ അറിയിച്ചിട്ടുണ്ടാവണം. ദ ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. അത് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റൻസ് ആവില്ല കേട്ടോ. അതുപോലെ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ ഓഫറി. ആക്സെപ്റ്റൻസ് മസ്റ്റായിട്ടും ഓഫറി എന്ത് ചെയ്തിട്ടുണ്ടാവണം? മസ്റ്റായിട്ടും അവിടെ മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ ആണ് അല്ലേ. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ തിരിച്ചാഗ്രഹിക്കുകയാണെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. ഒരു കൺസിഡറേഷനിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് എ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഡിസയർ അനുസരിച്ച് വേണം കൺസിഡറേഷൻ മൂവ് ചെയ്യാനായിട്ട്. അതായത് പ്രോമിസർ പറയുന്ന ആ പ്രകാരമായിരിക്കണം പ്രോമിസി എന്ത് ചെയ്യാനായിട്ട്? ആ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ അല്ലേ. പ്രോമിസിയിൽ നിന്നോ അല്ലെങ്കിൽ അതർ പേഴ്സണിൽ നിന്നോ ആയിരിക്കണം കൺസിഡറേഷൻ കിട്ടാനായിട്ട്. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ നമുക്ക്, പ്രസൻ്റ്ലി അടയ്ക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അടയ്ക്കാം. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആകണമെന്നില്ല. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ. അതുപോലെ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കാം കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണത്. ആയിട്ട് നന്നായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുക. വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്റ്റ് എല്ലാം തന്നെ പഠിച്ചു വെക്കണം. കാരണം അത് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റും ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റാണ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അടുത്ത ടോപ്പിക്കാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. ഈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്റ്റ്. ഇത് കോൺട്രാക്റ്റിൽ ഒരു വ്യക്തിയല്ലാതെ, പാർട്ടി അല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ സ്ട്രേഞ്ചറുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റാണ് privity of contract. As per the doctrine of privity of contract, a person who is not a party to the contract cannot sue for carrying out a promise made by the parties to the contract. അതായത് ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെൻറ്റിലെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലാതെ പുറത്തുള്ള ഒരാളുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലോ ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഈ ടൈപ്സ് ഓഫ് ഓഫർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഓഫറുകളുണ്ട്. എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ്, സ്പെസിഫിക്, ജനറൽ, കൗണ്ടർ ഓഫർ. എന്താണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ? ആൻ എക്സ്പ്രസ് ഓഫർ ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് വാക്കാൽ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞതല്ല. ആൻ ഇംപ്ലൈഡ് ഓഫർ ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് അല്ലാതെ, അതായത് വാക്കാലല്ലാതെ നമ്മൾ എന്തെങ്കിലും ഓഫറിൽ ഏർപ്പെട്ടാൽ അതാണ് ഇംപ്ലൈഡ് ഓഫർ. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പേഴ്സണിന് കൊടുക്കുന്ന ഓഫറാണ് സ്പെസിഫിക് ഓഫർ. ജനറൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജനറലായിട്ട് പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ഓഫറാണ് ജനറൽ. ഇപ്പോൾ ഒരു വീട് വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിൽ നമ്മളിങ്ങനെ എഴുതി വെക്കില്ലേ, ഫോർ സെയിൽ, വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്, അത് ജനറൽ ഓഫറാണ്. സ്റ്റാൻഡിങ് ഓർ ഓപ്പൺ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓഫർ, ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഒക്കെ നമ്മൾ എന്തെങ്കിലും ഗുഡ്സൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഇല്ലേ, അത് സ്റ്റാൻഡിങ് ഓഫറാണ്. ഇനി കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ. അതായത് ഒറിജിനൽ ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ ഉണ്ടാക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു കാറ് 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ
ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് പറയാണ് ആ കാറ് 1,50,000 രൂപയ്ക്ക് തന്നാൽ ഞാൻ എടുത്തുകൊള്ളാം. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ 2,00,000 എന്ന് പറയുന്ന ഓഫർ ക്യാൻസൽ ചെയ്തിട്ട് അവർ തന്നെ ഒരു ഓഫർ ഉണ്ടാക്കുകയാണ്. അതാണ് കൗണ്ടർ ഓഫർ. ഇനി ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടി സംസാരിക്കുന്ന ഒരു ഓഫറിനെ കുറിച്ചാണെങ്കിൽ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുക. ഇനി ഓഫർ എപ്പോഴും ലാപ്സ് ആവുക അല്ലെങ്കിൽ ഓഫർ എപ്പോഴാണ് അവസാനിക്കുക അല്ലെങ്കിൽ റിവോക്കേഷൻ ഓഫ് ഓഫർ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ പ്രൊപ്പോസറുടെ കമ്മ്യൂണിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യുക, ഓഫർ ലാപ്സ് ആവുക. അത് പ്രിസ്ക്രൈബ് ടൈം, ഈ ഓഫർ ഒരു സമയപരിധി ഉണ്ട്. അപ്പോൾ ഒരു മാസമാണെങ്കിൽ ആ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓഫർ എന്താവും, ലാപ്സായി പോകും. അതുപോലെ തന്നെ ആക്സെപ്റ്റ് ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിലും അതും ലാപ്സായി പോവാം. അതുപോലെ ഓഫർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇൻസാനിറ്റി ഭ്രാന്ത് പിടിക്കുകയോ ചെയ്താലും ആ ഓഫർ എന്തായി പോകും, ക്യാൻസലായിട്ട് പോകും. അതുപോലെ കൗണ്ടർ ഓഫർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ, അപ്പോൾ അതുമൂലം എന്ത് സംഭവിക്കാം, അവിടെ ഓഫർ ക്യാൻസലായി പോവാം. അതുപോലെ ഇല്ലീഗാലിറ്റി, അതായത് നിയമപരമല്ലാത്ത രീതിയിലാണ് ഓഫർ നടന്നു പോകണമെങ്കിൽ അതും എന്താണ്, അതും റിവോക്കേഷൻ സംഭവിക്കാനായിട്ടുള്ളൊരു കാരണമാണ്. അതുപോലെ ബൈ റിജക്ഷൻ, അതായത് ഒരാൾക്ക് ആ ഓഫർ താല്പര്യമില്ലെങ്കിൽ അയാൾ പറയണം എനിക്ക് ഈ ഓഫർ ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് ഓഫറിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓഫർ എന്തായി, അവിടെ ക്യാൻസലായി പോയിട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് റിവോക്കേഷൻ ഓഫ് ഓഫറിൽ നിങ്ങൾ എഴുതേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. എ കോൺട്രാക്ട് ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആകുന്നത് അത് നിയമപരമായിട്ട് സ്റ്റാർട്ടിങ് മുതലേ നിയമപരമായിട്ട് എന്തായിരിക്കും, അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കും. വൈൽ ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അഡോപ്ഷൻ ഓഫ് വൺ പാർട്ടി. അതായത് ഇപ്പോൾ ഒരു പാർട്ടീനെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാളെ കൊണ്ട് ബലമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നീട് അയാൾക്ക് എന്ത് തോന്നുകയാണ്, എന്നെ ബലമായിട്ടാണ് എന്ന് കോടതി മുഖേന പോയി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് അത് എന്തായി മാറുന്നത്, വോയിഡബിൾ കോൺട്രാക്റ്റായി മാറുന്നത് കേട്ടോ. എ വോയിഡ് കോൺട്രാക്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബട്ട് എ വോയിഡബിൾ കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇഫ് ദ അഗ്രീവ് പാർട്ടി എലക്ട് ടു ക്യാരി ഔട്ട്. ഒരിക്കലും ഒരു വോയിഡ് കോൺട്രാക്ട് സ്റ്റാർട്ടിങ്ങിൽ വോയിഡബിൾ ആകുന്നില്ല, ആ ഒരു പാർട്ടീനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് വോയിഡബിൾ ആകുന്നത്. എ വോയിഡ് കോൺട്രാക്ട് ഈസ് വാലിഡ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ബട്ട് ലേറ്റർ ബിക്കംസ് വോയിഡ് ഡ്യൂ സർട്ടൻ റീസൺ. കണ്ടോ, വോയിഡ് കോൺട്രാക്ട് ഈസ് വാലിഡ് സ്റ്റാർട്ടിങ് സമയത്ത്, അത് ഫോം ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആണ്. പിന്നീട് എന്തായി മാറുന്നു, എന്തെങ്കിലും റീസൺ മൂലം അത് വോയിഡബിൾ ആയി മാറുന്നു. ആ പാർട്ടിക്ക് കൺസെൻറ്റ് ഇല്ലാതെയാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ആ പാർട്ടി എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് ധരിപ്പിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ആ വാലിഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റ് എന്താകുന്നു, വോയിഡബിൾ ആയിട്ട് മാറുന്നു. അതൊന്ന് ബ്രീഫായിട്ട് പഠിക്കാം. വേജറിങ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ വാഗറിങ് എഗ്രിമെൻറ്റ്, വാഗറിങ് എന്ന് പറയുന്നത് വേജറിങ് എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് ദ ടേം വേഗറിങ് എഗ്രിമെൻറ്റ് ഓർ വേഗർ മേ ബി ഡിഫൈൻഡ് ആസ് എൻ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് വൺ പേഴ്സൺ എഗ്രീസ് ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ടു ദ അതർ പേഴ്സൺ ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ്. അതായത് സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചാൽ, നമ്മളിപ്പോൾ ബെറ്റ് അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് വേഗറിങ് എഗ്രിമെൻറ്റ്. അതായത് അത് സംഭവിച്ചാൽ, അത് അങ്ങനെ സംഭവിച്ചാൽ ഇത്ര രൂപ തരാം. അതായത് ഹാപ്പനിങ് ഓർ നോൺ, അത് സംഭവിച്ചു നാളെ മഴ പെയ്തില്ലെങ്കിൽ നാളെ മഴ പെയ്യൂല, മഴ പെയ്തില്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ബെറ്റ് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് വാഗറി എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ്, ഒരു സർട്ടൻ ഇവൻറ്റ് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ഇത്ര എമൗണ്ട് തരാമെന്നൊരു പേഴ്സൺ പറയുകയാണെങ്കിൽ അതിനെയാണ് വേഗറിങ് എന്ന് പറയുന്നത് കേട്ടോ. എസെൻഷ്യൽസ് ഫീച്ചേഴ്സ് ഓഫ് വാഗറിങ്, ഒന്ന് ദർ മസ്റ്റ് ബി എ പ്രോമിസർ ടു പേ മണി. പൈസ അടയ്ക്കാനായിട്ടൊരു പ്രോമിസർ മസ്റ്റായിട്ടും അതിലുണ്ടായിരിക്കണം. ദ പ്രോമിസ് മസ്റ്റ് ബി കണ്ടീഷണൽ ആയിരിക്കണം, അതായത് എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിലോ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ആയിരിക്കണം. മ്യൂച്വൽ ചാൻസ് ഓഫ് ഗെയിൻ, രണ്ട് പേർക്ക് മ്യൂച്വൽ ചാൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ബെറ്റിലിപ്പോൾ ഏതെങ്കിലും ഒരാളല്ലേ വിജയിക്കുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്, അൺസർട്ടനിറ്റി ഓഫ് ദി ഇവൻറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ആണ് കൊയേഷൻ. കൊയേഷൻ മീൻസ് കമ്പലിങ് ഓർ ഫോഴ്സിങ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരാളെ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തില്ലേ നമ്മൾ, അതിനെയാണ് കൊയേഷൻ എന്ന് പറയുക കേട്ടോ. അത് നമുക്ക് തെറ്റാണ്. അതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എന്താ, വെൻ എ പാർട്ടി എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് അണ്ടർ എനി കൈൻഡ് ഓഫ് മെൻ്റൽ പ്രഷർ, മെൻ്റലി നമ്മൾ അവർ ഡൗൺ ആക്കുക എന്നിട്ട് ഓട്ടോമാറ്റിക്കലി കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുക, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് കേട്ടോ. അടുത്ത ഫ്രോഡ് കാണിച്ചുകൊണ്ട് ഒരാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്ന രീതിയാണ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ. മിസ്റെപ്രസെൻറ്റേഷൻ, ഒന്നിനെക്കുറിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യില്ലേ, ഒന്നിനെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, അപ്പോൾ അത് തെറ്റായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവരെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിക്കുക, അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇനി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ട് അല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെറ്റ് ടു ഹാവ് ഒക്കേർഡ് വെർ ദ പാർട്ടീസ് ഇൻറ്റൻഡിങ് ടു ഡു വൺ തിങ് ബൈ എറർ, അല്ലെ തെറ്റായിട്ട് എററിലൂടെ അല്ലെങ്കിൽ എന്തിലൂടെയെങ്കിലും നമ്മളൊരാളെ വീഴ്ത്തുന്നതാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുക കേട്ടോ. ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്, അത് ടൈപ്സ് ഓഫ് ഡാമേജ് ആണ്.
ജനറൽ ഡാമേജ് ഓർ ഓർഡിനറി ഡാമേജസ് ഉണ്ട്, സ്പെഷ്യൽ ഡാമേജസ് ഉണ്ട്, എക്സംപ്ലറി ഓർ വിൻറ്റിക്റ്റീവ് ഡാമേജസ് ഉണ്ട്, നോർമൽ ഡാമേജസ് ഉണ്ട്, പെനാൽറ്റി. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. എപ്പോഴാണ് ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നത്? പല മോഡ്സ് ഉണ്ട്. ഇത് എസ് എ ക്വസ്റ്റൻ ആണ്, 10 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഒന്ന് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഒരു കാലാവധി ഉണ്ടാവില്ല, ആ കാലാവധിക്കുള്ളിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും, എന്ത് ഡിസ്ചാർജ് ആവും. അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് മുഖേന ഡിസ്ചാർജ് ആവാം, സമയം കഴിഞ്ഞത് മൂലം ഡിസ്ചാർജ് ആവാം, ഓപ്പറേഷൻ ഓഫ് ലോ മൂലം ഡിസ്ചാർജ് ആവാം, ഇമ്പോസിബിലിറ്റി പെർഫോം, ആ സംഭവം ആ ഒരു കോൺട്രാക്റ്റ് സംഭവിക്കില്ല ഒരിക്കലും എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴും ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവാം. അതുപോലെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അത് ക്യാൻസലായി പോകുന്ന മൂലവും എന്തുണ്ടാവാം, യെസ്, നമുക്ക് ഈ ഒരു സംഭവം ഡിസ്ചാർജ് ഉണ്ടാവാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എസ് എ ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ, നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അടുത്ത ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് വീഡിയോയിൽ. ഇത് 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി ഈസ് ബൗണ്ട് ടു പേ മണി ഇൻ കൺസിഡറേഷൻ ഓഫ് സംതിങ് ഡൺ ഓർ സഫേർഡ് ബൈ ദ അതർ പാർട്ടി. ഇറ്റ് ഈസ് ഇമ്പോസ് ബൈ ലോ ആൻഡ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻറ്റ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബസ്സിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ സംതിങ് റിട്ടേൺ കൊടുത്തു, അല്ലെ, ഒരു കൺസിഡറേഷൻ കൊടുക്കുകയും ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റാണ് ഇത് ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് ഉണ്ട്: സപ്ലൈ ഓഫ് നെസസറീസ് ടു പേഴ്സൺ ഇൻകോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്, പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ലയബിലിറ്റി ടു പേ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് മിസ്റ്റേക്ക്, ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 2 കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അതുപോലെ ഇൻഡെമിനിറ്റി ഹോൾഡറുടെ റൈറ്റ്, ഒന്ന് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നോക്കണം, കോസ്റ്റ്, ഓൾ സംസ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ഫീച്ചേഴ്സ് 3 പാർട്ടീസ് ഉണ്ടായിരിക്കും. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സിസ്റ്റൻസ് ഓഫ് ലയബിലിറ്റി, പ്രൈമറി ആൻഡ് സെക്കൻഡറി ലയബിലിറ്റി, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, നോ മിസ് റെപ്രസെൻറ്റേഷൻ. ഇനി ഗ്യാരണ്ടി, പലതരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ട്. സ്പെസിഫിക് ഗ്യാരണ്ടി, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി, പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി, ആബ്സല്യൂട്ട് ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടിയിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ഇനി ബെയിലറുടെ ഡ്യൂട്ടീസ് നന്നായി പഠിച്ചു, 5 മാർക്കിന് ചോദിക്കാം. ഒന്ന് ഗുഡ്സ്, നമ്മൾ എന്ത് ഗുഡ്സ് ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന് ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള അധികാരം ഡ്യൂട്ടിയാണ് ബെയിലറുടെ. അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ബെയർ ചെയ്യാനുള്ള അധികാരം ബെയിലറുടെയാണ്. അതുപോലെ തന്നെ ബെയിലി ഇൻഡെമിനിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗുഡ്സ് തിരിച്ചു വാങ്ങാനായിട്ടുള്ള അധികാരം ബെയിലർക്കുണ്ട്. റിസ്ക് ഉണ്ടെങ്കിൽ അത് ബെയർ ചെയ്യാനുള്ള അധികാരം ബെയിലറുടേതാണ്. ഇനി ബെയിലിയുടെ ഡ്യൂട്ടീസിൽ റീസണബിൾ കെയറോട് കൂടിയിട്ട് നമ്മൾ ആ സാധനം സൂക്ഷിക്കണം എന്നുള്ളത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ അവരുടെ ഗുഡ്സിനെ മറ്റൊരു ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, അതും ബെയിലിയുടെ ഒരു അധികാരം. നമ്മളിപ്പോൾ ഒരു തുണി തയ്ക്കാനായിട്ട് ഒരു കടയിൽ കൊടുക്കില്ലേ, അതാണ് ബെയിൽമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾ ബെയിലറും അയാൾ ബെയിലിയാണ്. അപ്പോൾ ബെയിലി എന്ത് ചെയ്യണം, ഒരിക്കലും അയാളുടെ ഗുഡ്സുമായിട്ട് വേറൊരു ഗുഡ്സായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. തിരിച്ച് സമയം കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ തിരിച്ച് ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല? അപ്പോൾ അതാണ് ബെയിലിയുടെ ഡ്യൂട്ടീസ്. ഇനി ബെയിലറുടെ റൈറ്റ്, ശരിക്കും ബെയിലറുടെ ഡ്യൂട്ടി ബെയിലറുടെ റൈറ്റ് ആണ് കേട്ടോ. ഗുഡ്സ് തിരിച്ച് കിട്ടാനുള്ള അധികാരം ബെയിലർക്കുണ്ട്. അതുപോലെ ബെയിൽമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ബെയിലർക്കുണ്ട്. അതുപോലെ എന്തെങ്കിലും ഡാമേജ് ബെയിലി വരുത്തിയാൽ അതിനുള്ള പൈസ ക്ലെയിം ചെയ്യാനുള്ള അധികാരം ബെയിലർക്കുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ക്ലെയിം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ബെയിലർക്കുണ്ട്. ഇനി ബെയിലറുടെ റൈറ്റോ, അത് ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ഒന്ന് ബെയിലറുടെ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യുക, അത് ബെയിലറുടെ റൈറ്റാണ്. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫോൾട്ടി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുക. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്, റെമ്യൂണറേഷൻ, ലോസ് വരികയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള അധികാരം ബെയിലിക്കുണ്ട്. റൈറ്റ് ഓഫ് ലീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. കൈവശം വെക്കാനുള്ള അധികാരം എന്നാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ. The bailey has right to claim his lawful charges and if they are not paid, the bailey is given the right to retain the goods. അതായത് ബെയിൽമെൻറ്റിൽ ബെയിലർ എന്തെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ ബെയിലിക്ക് അത് കയ്യിൽ വെക്കാനുള്ള അധികാരം, ആ ഗുഡ്സ് കയ്യിൽ വെക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുക. ഈ ലീൻ തന്നെ 2 വിധത്തിലുണ്ട്, പർട്ടിക്കുലർ സ്പെഷ്യൽ ലീനും ഉണ്ട്, ജനറൽ ലീനും ഉണ്ട്. അടുത്ത നമ്മുടെ പ്ലഡ്ജിലേക്ക് പോവാണ്. അതിലാണ് പോണി വരുന്നത്, പോണർ എന്ന് വരുന്നുണ്ട്. ടു ടേക്ക് റീസണബിൾ, അപ്പോൾ പോണിയുടെ ഡ്യൂട്ടീസും അതുപോലെ പോണറുടെ റൈറ്റ്സും ഏകദേശം സെയിം ആണ്. പോണിയുടെ ഡ്യൂട്ടീസാണ് ഒന്ന് റീസണബിൾ കെയർ കൊടുക്കുക, അതുപോലെ അൺഓതറൈസ്ഡ് ആയിട്ട് ആ ഗുഡ്സ് ഉപയോഗിക്കാതിരിക്കുക, അവരുടെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക, ഗുഡ്സ് തിരിച്ചു കൊടുക്കുക. ഇനി പോണറുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റിസീവ് എനി ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ടു എൻഷുവർ ദാറ്റ് വെദർ ദ ഗുഡ്സ് പ്ലെഡ്ജിൽ ടു റെഡീം ദ ഗുഡ്സ് പ്ലെഡ്ജിൽ
ഇതൊക്കെയാണ് ഓണറുടെ റൈറ്റ്. ഇനി ക്രിയേഷൻ ഓഫ് ഏജൻസി. ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്, ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ടൈപ്സ് ഓഫ് ഏജൻറ്റ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ഏജൻ്റ് ഉണ്ട്, സ്പെഷ്യൽ ഏജൻ്റ് ഉണ്ട്, യൂണിവേഴ്സൽ ഏജൻ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഏജൻ്റ് ഉണ്ട്, നോൺ മെർക്കൻഡൈൽ ഏജൻ്റ് ഉണ്ട്. ആരാണ് ജനറൽ ഏജൻറ്റ്, ആരാണ് സ്പെഷ്യൽ ഏജൻറ്റ്, ഇതിലൊരു സബ് ഏജൻറ്റും അതുപോലെ തന്നെ കോ ഏജൻ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്